ഹായ് ഹലോ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ ഷോപ്പിലാണ്, വീട്ടിലേക്ക് പോയിട്ടില്ല. സുഖമല്ലെങ്കിൽ എല്ലാവർക്കും നല്ല താപാനായി കേട്ടോ. നല്ല ചൂടാണ്. അവിടെ നിന്ന് ഓപ്പോസിറ്റ് ഭയങ്കര വെയിലാണ്. അപ്പോൾ അത് കാരണം നല്ല ചൂടുണ്ട്. എനിക്ക് എ സി വെച്ചാലും കറണ്ട് പോയി കഴിഞ്ഞാൽ പോയില്ലേ കാര്യം. അപ്പോൾ കറണ്ട് പോവും ചെയ്യുന്നുണ്ട്. എങ്ങനെ ഇപ്പോൾ എന്താ പറയുക, നല്ല ചൂടിരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ കർട്ടന് ഇവിടെ വേറൊരു കർട്ടൻ ഇടണം. നമ്മൾ വലിയൊരു കർട്ടൻ ഇവിടെ ഇട്ടു, സെൻറ്ററിൽ പൈപ്പ് ഇട്ടിട്ട് അങ്ങനെ കറക്റ്റിട്ടാൽ നമുക്ക് ഗ്ലാസ് ഇവിടെ കണ്ണാടി വെച്ചിട്ടുണ്ട്. ഡ്രസ്സിംഗ് റൂമായിട്ട് മാറ്റിയിട്ട് നോക്കാനും ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് നോക്കാനും കളർ നോക്കാനും ഒക്കെ പറ്റും. റെഡിമെയ്ഡിലായാലും സ്റ്റിച്ച് ചെയ്താലും ഒക്കെ അത് ഞാൻ സ്ഥിരം അങ്ങനെ ചെയ്യുന്നതല്ല, ഷോപ്പിൽ ഉണ്ടാവുകയും കാരണം. അപ്പോൾ നമുക്ക് ടീച്ചർമാരൊക്കെ വന്നാൽ അതൊരു വിഷയമാണ്. അവർക്കത് ഇട്ട് നോക്കലും ഇതാക്കലൊക്കെ വേണം. ഞാൻ മാത്രമല്ല തയ്ച്ച് കൊടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്യുക വേണമല്ലോ. ഇന്നലെ വൈകുന്നേരം കുറേ ടീച്ചർമാർ വന്നിരുന്നു. അപ്പോൾ അവരൊക്കെ പറഞ്ഞ് ഇങ്ങനെ വയ്ക്കും, ഞങ്ങൾക്കത് കളർ നോക്കണമെങ്കിൽ അങ്ങനെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാരണം പിന്നെ രാത്രി ഞങ്ങൾ പോയിട്ട് കർട്ടനൊക്കെ കൊണ്ടുവന്നു തയ്ച്ച് അങ്ങനെ ഇതൊക്കെ ഫിറ്റ് ചെയ്ത് അത് വെച്ചു. അതിനുശേഷം ക്ലാസ്സിൽ പോയി നോക്കിയപ്പോൾ കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ സെറ്റപ്പൊക്കെ ഒന്ന് മാറ്റി കട്ടിംഗ് ടേബിളൊക്കെ അതാ ഇങ്ങനെ വെച്ചു. കട്ടിംഗ് ടേബിൾ ഇങ്ങോട്ട് വെച്ചു, ഈ സൈഡിൽ വെച്ചു. പിന്നെ ആ സൈഡ് ഇങ്ങനെ വെച്ചു, ഈ സൈഡ് മാറ്റിയാണ്ട് ഇങ്ങനെ വെച്ചു. സൈഡൊക്കെ വെച്ചത്. ഇപ്പോൾ ഡിസ്പ്ലേ ഞങ്ങൾ അടുത്താഴ്ച ഇനി മാറ്റുള്ളൂ, തിങ്കളാഴ്ച. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് വെച്ചപ്പോൾ രാത്രി 10 മണിയൊക്കെ ഞങ്ങൾ പോകുമ്പോൾ ഇവിടെ ക്ലീൻ ചെയ്യലും താക്കോട്ടൊക്കെ ആയിട്ട് അങ്ങനെ പിന്നെ 10 മണിയായിരിക്കണം വീട്ടിലെത്തുമ്പോൾ. പിന്നെ ഇനിയിപ്പോൾ ഇന്നിപ്പോൾ കുറച്ചും കൂടെ പരിപാടികളുണ്ട്. അതുപോലെ ഇന്നും നാളെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ ഭാഗം ഷോപ്പിൽ ഫുള്ള് വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഓരോ ദിവസമായിട്ട് നമുക്ക് കിട്ടുന്നതിനനുസരിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ചെറിയ രീതിയിലൊക്കെ വർക്കത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആൾക്കാർ അറിഞ്ഞുകൊണ്ടിരിക്കണുള്ളൂ. ക്യാൻവാസിങ്ങിന് പോയിട്ടില്ല, അപ്പോൾ അതൊക്കെ പോകണം. നോട്ടീസൊക്കെ അടിച്ച് അങ്ങനെ വെച്ചിരിക്കുകയാണ്. ഒരു ഒഴിവും കിട്ടിയിട്ടില്ലായിരുന്നു. വൈകുന്നേരം എന്തെങ്കിലും കിട്ടുന്ന ടൈം കിട്ടുന്നുണ്ടെങ്കിൽ ആ ടൈമിൽ നമ്മൾ ഈ കടയ്ക്കുള്ള കാര്യങ്ങൾ തന്നെ ബാക്കി ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതിക്ക് അനുസരിച്ച് അതിന് സമയം അങ്ങനെ പോകും. പിന്നെ വീട്ടിൽ എത്തിപ്പെടുന്നത് സമയം അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ നിസ്കാരം മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകും. അങ്ങനെയൊക്കെ ആയിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾക്ക് നിസ്കരിക്കാനൊക്കെ ഇവിടെ ആരും വന്നാലും എനിക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം കൂടെ ആണ് ഞാൻ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് ഞാനായാലും ഞാൻ അങ്ങനെ തന്നെ ചെയ്യൽ. ഒരു ഷോപ്പിൻ്റെ അടുത്ത്, ആദ്യത്തെ ഷോപ്പിൻ്റെ അടുത്തൊക്കെ പള്ളി ഉണ്ടായിരുന്നു ലേഡീസിനുള്ള. അപ്പോൾ ആ പള്ളിയൊക്കെ പോകും. ഞാൻ എൻ്റെ വീട്ടിലാണ് സമയത്ത്, ഞാൻ താമസിക്കുന്നത് അവിടെ തന്നെ ആയിരുന്ന സമയത്ത് എനിക്ക് ഒരു വിഷയമായിരുന്നു. അപ്പോൾ എൻ്റെ വീട്, ഞാൻ താമസിക്കുന്നത് എൻ്റെ റൂം ബാക്കിൽ തന്നെ ആയിരുന്നു. എൻ്റെ സ്വന്തം വീട് കുറച്ച് ദൂരം പോകണമല്ലോ. അപ്പോൾ അവിടേക്ക് ഞാനൊന്ന് മാറിയിട്ട് പോയിരുന്നു കുറച്ച് ഇത് കഴിഞ്ഞതിൻ്റെയൊക്കെ ശേഷം. അപ്പോൾ ഒരു 5-6 മാസത്തോളം അങ്ങനെ എനിക്ക് റിസ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വന്നാൽ പള്ളിയിൽ പോയിട്ടാണ് നിസ്കരിക്കൽ. അതിനുള്ള സമയം ഉണ്ടാവും, പോയിട്ട് വരും. അപ്പോൾ അവിടെ കുട്ടികളുണ്ടാവും, സ്റ്റാഫുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ലേഡീസ് പള്ളിയൊന്നും കാണാനില്ല. ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റാഫൊന്നും ഇല്ല, അതിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ ഇപ്പോൾ റംസാനൊക്കെ വരികയാണെങ്കിൽ നമുക്ക് സ്റ്റാഫുകളായിട്ടുണ്ടെങ്കിൽ അവർക്ക് നിസ്കരിക്കാനും ഒക്കെ ഒരു ഉപകാരപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ കട്ടണി കുറച്ചും കൂടെ അങ്ങോട്ട് കിട്ടുന്നത്, അല്ലെങ്കിൽ അങ്ങോട്ട് ഇടാം, വീതി കുറച്ചിട്ടിടാം. അപ്പോൾ സെൻറ്ററിൽ കിട്ടുന്നത് അതുകൊണ്ടാണ്. നിസ്കരിക്കുന്ന സമയത്ത് മാത്രം ചെയ്താൽ മതി, ഒന്നും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു എന്താ പറയുക കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്ത് പിന്നെ വീഡിയോ ചെയ്യാൻ ഇപ്പോൾ എന്താ പറയുക സമയം കിട്ടുന്നില്ല. അപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യാത്ത കാരണം നമ്മുടെ ചാനലൊക്കെ എല്ലാവരും ഒന്ന് ഡള്ളാക്കി വെച്ചിരിക്കുന്നു. ഇത് ഞാൻ ഇതിലിപ്പോൾ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു വിഷയം ഉണ്ടായിരുന്നു. ആ വിഷയം പറയാമെന്ന് വിചാരിച്ച് ഞാൻ വന്നതാണ്. വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, ഷോപ്പിലിപ്പോൾ സംഭവിച്ച കാര്യമാണ്. ഷോപ്പിലല്ല, പൊതുവേ ഞാൻ കാണുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഷോപ്പിൽ പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസുകളുണ്ടല്ലോ, അപ്പോൾ അവരൊക്കെ തന്നെ നമ്മളെ ഏകദേശം നമ്മളെ ഏജിൻ്റെ താഴേക്ക് ആയിട്ട് വരുന്നവരുടെ ചെറിയ കുട്ടികളൊന്നുമല്ല, ഒക്കെ മക്കളും കുട്ടികളൊക്കെ ഉള്ള ആൾക്കാർ, മരുമക്കളും കുട്ടികളൊക്കെ ഉള്ളവരാണ്. പിന്നെ അല്ലാത്തവരും ഉണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ ഞാൻ ആളെ പേരൊന്നും ഞാൻ അടുത്ത് പറയുന്നില്ല, അവർക്ക് അതൊരു വിഷമം വേണ്ട. അപ്പോൾ ഒന്നും വിഷയം ഉണ്ടായിട്ടില്ല പറഞ്ഞാൽ നെഗറ്റീവ്, അതെല്ലാം പോസിറ്റീവ് അല്ല, പക്ഷെ എന്നാൽ നെഗറ്റീവാണ് എന്നാണ്. അപ്പോൾ ഇവിടെ തൊട്ട് അടുത്ത് തന്നെ ബിരിയാണി സെൻ്ററൊക്കെ ഉണ്ട്. അപ്പോൾ അവർ വീട്ടിൽ നിന്ന് തയ്യാറാക്കി കൊണ്ടുവരണമുണ്ട്. കുറഞ്ഞ റേറ്റിന് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. മന്തിയൊക്കെ 60 രൂപ പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താ, ഇപ്പം ഞാനിത് ഓപ്പൺ ചെയ്തതിന് ശേഷം 2 വട്ടം വന്നിട്ട് ആ പിള്ളേർ ചോദിക്കും. ഞാൻ അറിയാത്ത ആളാണ്, പിള്ളേർ സാറാണ്, അവരെന്നെ അറിയപ്പോലുമില്ല. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഇവിടെ താത്ത ഒരു 20 റുപ്യ തരുമോ താത്ത, അങ്ങനെ 2 പ്രാവശ്യമായി വന്നിട്ട് ചോദിക്കും. 2 ദിവസം ഒരാൾ ആദ്യം വന്ന് ചോദിച്ചു, പിന്നെ ഒരു ദിവസം ഒരാൾ വന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പ്രധാനം മോനെ ഞാൻ ഷോപ്പ് തുറന്നിട്ടേ ഉള്ളൂ, പിന്നെ എൻ്റെ അടുത്തൊന്നും ആയിട്ടില്ല, പിന്നെ അങ്ങനെ എന്തിനാണെന്ന് വെച്ചാൽ പറഞ്ഞ് ഫുഡ് കഴിക്കാനാണെന്നാണ്. എൻ്റെ അടുത്തൊന്നും ആയിട്ടില്ല കേട്ടോ എന്നാണ്. ഇന്ന് കുട്ടികൾ 2-3 കുട്ടികൾ വന്നിട്ട് എന്നോട് ചോദിക്കാനാണ് വന്നത്. അപ്പോൾ എന്നെ മനസ്സിലായപ്പോൾ അവർ ഇരുന്ന് കിട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ടാവും. പിന്നെ സ്റ്റുഡൻസിനോടാണ് ചോദിക്കുന്നത്. അപ്പോൾ ആളെ കണ്ടാലും അങ്ങനെ തോന്നും ഏകദേശം. അപ്പോൾ അവളോട് ചോദിച്ചു, അവരോട് ചോദിച്ചു, താത്ത എനിക്ക് 20 രൂപ തരുമോ, എന്തിനാണെന്ന് വെച്ച് ഫുഡ് കഴിക്കാനാണെന്നാണ്. അപ്പോൾ 2 ആളുണ്ട്.
അപ്പം അവർ പറഞ്ഞ് അവർ സാധാരണ അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങി കഴിക്കാറുണ്ട്, എനിക്കൊക്കെ വാങ്ങി തരാറുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ് എന്നാൽ നിങ്ങൾ അവിടെ പോയി കഴിച്ചോളൂ, ഞാൻ കൊടുത്തോളാം പൈസ എന്ന് പറഞ്ഞു. അപ്പോൾ അവരവിടെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇത് നല്ല ഒരു ശീലമല്ല എന്ന് പറഞ്ഞു. കാരണം അത് പൊതുവേ എല്ലാവരോടും ചോദിച്ച് നടക്കുന്നതാണ് കുട്ടികളിങ്ങനെ. അപ്പം നമുക്ക് ഇതൊക്കെ അറിയുന്നതാണ്, നമ്മൾ അറിയുന്നതുകൊണ്ടാണ് നമ്മളങ്ങനെ പറയുന്നത്. പക്ഷെ അപ്പോൾ അവർ പറയുന്നത് പാവല്ലേ എൻ്റെ ഉമ്മ, പാവല്ലേ, പിന്നെ കുട്ടികളല്ലേ, വിശന്നിട്ടല്ലേ, ഭക്ഷണത്തിനല്ലേ, അപ്പം നമ്മൾ കൊടുക്കേണ്ടല്ലേ, പിന്നെ സാരമില്ല, എനിക്ക് പാവം തോന്നാം എന്നറിയാം. അതുപോലെ തന്നെ അത് അവർ ഭക്ഷണം കഴിച്ച് പോയി, 2 ആൾ കഴിച്ച് പോയി, ചില്ലറ പൈസക്ക് കഴിച്ചിട്ടുള്ളൂ, അത് കഴിച്ചവർ പോയി. പക്ഷേ ഞാൻ പറയുന്നത് എന്താണെന്ന് അറിയാം, ഇങ്ങനെ കുറേ സ്ത്രീകളുണ്ട്. ഈ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്, ഈ അഫാനൊക്കെ ഓർമ്മ വരുന്നത് അതുകൊണ്ടാണ്. കാരണം അഫാനൊക്കെ ഉമ്മ ആക്കിക്കണമെന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചിരുന്നു എങ്ങനെയാണ് അപ്പം അതെന്ന്. ഇത്രയും ഒരു വിവരമില്ലാത്ത രീതിയിൽ ഇതിപ്പോൾ കൊടുത്താൽ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിക്കാണും എന്താ അത് കൊടുക്കണേന്ന്, താങ്കളുടെ കുട്ടികളെ പോലെ തന്നെ അല്ലേ, പൈത മക്കളല്ലേ, വിശന്ന് വന്നപ്പോഴല്ലേ എന്ന്. 10ാം ക്ലാസ്സും +1 8ാം ക്ലാസ്സും ഒക്കെ ഉള്ള കുട്ടികളാണ്, ചെറിയ കുട്ടികളല്ല, UP സ്കൂൾ പഠിക്കണമെന്ന് നമുക്ക് അത് അങ്ങനെയെങ്കിലും പറയാം. പക്ഷെ അങ്ങനെയും ശീലമാക്കാൻ പാടില്ല. നമ്മൾ ഭിക്ഷ യാചിക്കാൻ പോകുന്ന അതിലും ചീപ്പായിട്ടാണ് നമ്മളെ രക്ഷിതാക്കളെ അപമാനിക്കുന്നതിന് തുല്യമാണ് എനിക്ക് തോന്നുന്നത് മറ്റുള്ളവരോട് പബ്ലിക്കായിട്ട് മക്കൾ ചോദിക്കാന്ന് പറഞ്ഞത്. അതിനെന്നെ ഒരു കഴിവ് വേണം. ഉളുപ്പ് നഷ്ടപ്പെട്ട മക്കൾക്ക് ഇതൊക്കെ പറ്റുള്ളൂ. അല്ലാതെ നാണം മാനം അഭിമാനമൊക്കെ ഉള്ള കുട്ടികളും കുടുംബത്തിലും പറഞ്ഞ മക്കളാണെങ്കിൽ ഒരിക്കൽ പോലും അങ്ങനെ ഒരാളോട് ചോദിക്കൂല. അങ്ങനെ ചോദിച്ച് അങ്ങനെ വളർത്തുന്ന ദോഷമൊന്നും പറയാൻ നമുക്ക്. അതല്ലാതെ മക്കൾക്ക് അങ്ങനെയുള്ള ഒരു ശീലം ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ കൊടുക്കരുത്, പ്രോത്സാഹനം കൊടുക്കരുത്. നമ്മൾ കൊടുക്കുമ്പോഴാണ്, പ്രോത്സാഹനം കൊടുക്കുമ്പോഴാണ് മക്കൾ പിന്നെയും വഷളായി വരിക. അങ്ങനെ ക്യാഷ് അവർക്ക് വീട്ടിൽ നിന്ന് കിട്ടാത്തതാണ്, അവർ പല രീതിക്കും അത് ഉപയോഗിക്കും. ഭക്ഷണത്തിനാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളത് നേരിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ ഭക്ഷണം എല്ലാവരും വാങ്ങാം, അവർ പല കാര്യങ്ങളൊക്കെ ആയിരിക്കും യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവം ഇന്ന് നമ്മുടെ ഷോപ്പിൽ ഉണ്ടായി. അപ്പോൾ എനിക്കതിനോടൊരു താല്പര്യമില്ല അങ്ങനത്തെ കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നുള്ളൂ. കേട്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഇതിന് താഴെ കമൻറ്റ് ചെയ്ത്. കൂടുതൽ ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. അപ്പോൾ ശരി, വേറൊരു വീഡിയോസുമായി കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.